കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഈ അനുഗ്രഹീതമായ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നഗരത്തിൽ കർത്താവിൻ്റെ സാക്ഷികളായി കർത്താവിനെ സ്നേഹിച്ച് സേവിച്ച് ഒരു സ്ഥലം സഭയുടെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റി ദൈവപ്രസാദമുള്ളവരായി ജീവിക്കുന്ന ഈ സ്ഥലം സഭയെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഇവിടെയുള്ള വിലയേറിയ ദൈവജനത്തിന് നടുവിൽ തുറക്കപ്പെട്ട തിരുവെഴുത്തുമായി നിൽപ്പാൻ ദൈവം എന്നെയും സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനു മുമ്പ് ഒരിക്കൽ ഞാൻ ഇങ്ങനെയൊരു സ്പെഷ്യൽ മീറ്റിങ്ങിന് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 15 വർഷമെങ്കിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ വരുവാനും ദൈവജനത്തോടൊരുമിച്ചായിരിക്കാനിടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ക്ഷണിച്ച എൽഡേഴ്സിനോടും എല്ലാ ശുശ്രൂഷകന്മാരോടും സഹോദരി സഹോദരന്മാരോടുമുള്ള നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. നമ്മളിവിടുത്തെ ഈ മീറ്റിങ്ങിന് നോട്ടീസിൽ ഒരു വാചകം കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ജീവിക്കുവാൻ ആവശ്യമായ ആലോചനകൾ ലഭിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ള നിലയിൽ അപ്പം ആ വാക്യ കണ്ടപ്പോൾ ആ നിലയിലുള്ള ആ വാക്യത്തോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചിന്തിക്കാം എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിലാണ് നമ്മൾ നോട്ടീസിൽ കൊടുത്തിരിക്കുന്ന ആ വാക്യത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ കാണുന്നത്. എന്നാൽ അതിൻ്റെ 12-ാം വാക്യം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 12. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലെ ദൈവജനത്തോട് പറയുകയാണ്. ഫിലിപ്പിയ എന്ന ഈ പട്ടണത്തെക്കുറിച്ച് പറഞ്ഞാൽ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായ ഫിലിപ്പ് രാജാവ് BC 353 ഈ ഫിലിപ്പിയ പട്ടണം പിടിച്ചടക്കുകയും തൻ്റേതായൊരു പേര് ഈ പട്ടണത്തിന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നൽകപ്പെട്ട പേരാണ് ഈ ഫിലിപ്പി എന്നുള്ള ആ പേര്. അപ്പോസ്തലനായ പൗലോസ് റോമയിൽ വീട്ടുതടങ്കലിൽ ആയിരുന്നപ്പോൾ എഴുതിയ 4 കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒരു ഈ ഫിലിപ്പിയ ലേഖനം എന്നുള്ളത് നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസിൻ്റെ 2-ാം മിഷണറി യാത്രയിൽ താൻ ഫിലിപ്പിയിൽ സന്ദർശിച്ചു. അപ്പോഴാണ് ലുദിയ രക്ഷിക്കപ്പെടുന്നത്. തുടർന്ന് കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെടുന്നു. ലുദിയ രക്ഷിക്കപ്പെട്ടതിനെക്കുറിച്ച് നമുക്കറിയാം. യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ ആദ്യമായി രക്ഷിക്കപ്പെടുന്ന വ്യക്തി ലുദിയയാണ്. അങ്ങനെ വലിയൊരു ചരിത്ര സംഭവം അവിടെ നടക്കുന്നതായി നാം വായിക്കുന്നുണ്ട്. പൗലോസ് ഈ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ ഒരു നല്ല സഭ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഇവിടെ ഫിലിപ്പിയിലെ സകല വിശുദ്ധന്മാരെയും അധ്യക്ഷന്മാരെയും ശുശ്രൂഷകന്മാരെയും ഒക്കെ സംബോധന ചെയ്തുകൊണ്ട് പൗലോസ് ഈ ലേഖനം അവർക്ക് എഴുതുന്നത്. ഈ ലേഖനം എഴുതിയതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം. ഫിലിപ്പിയിലെ വിശ്വാസികൾ എപ്പഫ്രോദിത്തുസിൻ്റെ കയ്യിൽ കൊടുത്തയച്ച കൂട്ടായ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പൗലോസ് ഇവർക്ക് ഈ ലേഖനം എഴുതി. അതുമാത്രമല്ല, ഫിലിപ്പിയ സഭയിൽ ചെറിയ ഭിന്നതകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും പൗലോസിന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പം ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയ മനോഹരമായ ലേഖനമാണ് ഈ ഫിലിപ്പിയ ലേഖനം എന്നുള്ളത്. നാം ഏത് പുസ്തകത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും അതിൽ യേശുക്രിസ്തുവിനെ ഏത് നിലയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നാം ചിന്തിക്കുന്ന വസ്തുതയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മുടെ കർത്താവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് സകല നാമത്തിലും മേലായ നാമം ധരിച്ച ക്രിസ്തു എന്നുള്ളതാണ്. സകല നാമത്തിലും മേലായ നാമം ധരിച്ച ക്രിസ്തു. നമ്മുടെ കർത്താവിനെ പോലെ ശ്രേഷ്ഠനായി ലോകത്തിൽ ആരുമില്ല. അത്ര ഉന്നതനായി മഹോന്നതനായി യേശുക്രിസ്തു വിരാജിക്കുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം ഫിലിപ്പിയ ലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും.
മുഖവരയായി അധികം പറയാതെ ഞാൻ ഈ വാക്യത്തിലേക്ക് മടങ്ങി വരികയാണ്. 12-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ ആ ഒടുവിൽ നമ്മൾ കണ്ടത് നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറയുകയാണ്. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. ഇവിടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വേഗത്തിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? പ്രവർത്തിച്ചാണോ രക്ഷ നേടുന്നത്? അതിന് ഒരു കാരണമെന്ന് പറയുന്നത് ഇത് ഫിലിപ്പിയിലെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് എഴുതിയ ലേഖനമാണ്. ഇത് വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനമാണ്. അതുകൊണ്ട് ഇവരിനി ഒന്നുകൂടി രക്ഷിക്കപ്പെടണം എന്നൊരു പ്രബോധനത്തിലല്ല ഈ ലേഖനം എഴുതുന്നത്. ഇത് രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരായ ആളുകൾക്ക് എഴുതിയ ലേഖനമാണിത്. അതുകൊണ്ട് ഇവിടെ രക്ഷിക്കപ്പെടുവീൻ, രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറയുമ്പോൾ അത് രക്ഷിക്കപ്പെടുവാനായിട്ട് പ്രവർത്തനം ചെയ്യണം എന്നൊരു ആശയമല്ല എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രക്ഷ പ്രവൃത്തിയാലല്ല എന്നുള്ളത് വേദപുസ്തകത്തിൽ ഒരുപാട് വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവൃത്തിയാലല്ല നമുക്ക് രക്ഷ കിട്ടുന്നത് എന്നുള്ളത് തിരുവെഴുത്തിൻ്റെ ഒരുപാട് വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫേസ്യർ 2-ാം അധ്യായം 8-ാം വാക്യം നമുക്കറിയാം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അത് നമ്മൾ ചിന്തിച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളിൽ ഒരു വാക്യം മാത്രമാണ്. അപ്പം പ്രവൃത്തിയാലല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അവിടെ ഒരു വാക്ക് പ്രത്യേകം ചിന്തനീയമാണ്. അവിടെ പറയുന്നത് ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എന്ന് പറഞ്ഞാൽ ഒരാൾ പ്രവൃത്തിയൊക്കെ ചെയ്ത് രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. പ്രവൃത്തിയൊക്കെ ചെയ്ത് രക്ഷിക്കപ്പെട്ടു, അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ ആ വ്യക്തി സ്വർഗത്തിൽ ചെന്നാൽ എന്ത് ചെയ്യാനാണ് സാധ്യതയുള്ളത്? അദ്ദേഹം ഒരു നല്ല ചാരികസരയൊക്കെ എടുത്ത് അതിൽ കാലുമേൽ കാലൊക്കെ വെച്ചിരുന്നിട്ട് അദ്ദേഹം പറയും, ഞാനിവിടെ വന്നത് ഈ ദൈവം തമ്പുരാൻ്റെ കരുണ കൊണ്ടൊന്നുമല്ല, ഞാനിവിടെ വന്നത് ഞാൻ ഒരുപാട് പ്രവൃത്തികൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ഒരുപാട് തീർത്ഥയാത്രകൾ നടത്തി, ഒരുപാട് സൽപ്രവൃത്തികൾ ചെയ്തു, ഒരുപാട് ദാനകർമ്മങ്ങൾ ചെയ്തു, ഒരുപാട് ദേഹദണ്ഡനങ്ങൾ ചെയ്തു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തതുകൊണ്ടാണ് ഞാനിവിടെ വന്നത് എന്ന് അദ്ദേഹം പറയും. എന്നാൽ ഇവിടെ പറയുന്നത് ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രവൃത്തിയാൽ ഒരു വ്യക്തി പോലും രക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളത് ദൈവവചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പേൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ച് ഒരാൾ ആത്മരക്ഷ കരസ്ഥമാക്കുന്ന കാര്യമല്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാവുന്ന കാര്യമാണ്. രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെടുവാനായിട്ടുള്ള ഒരു കാര്യമല്ല ഇവിടെ പറയുന്നത് എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ ആശയമായി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, രക്ഷ എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ അതിനൊരു മുൻനിർണയം എന്നുള്ളൊരു വസ്തുത നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഒരു മുൻനിർണയം എന്നുള്ളൊരു വസ്തുത നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ തൻ്റെ മുൻനിർണയപ്രകാരം രക്ഷിച്ചു എന്നുള്ളൊരാശയം ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം അവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ കർത്താവ് പറയുകയാണ്, എന്താ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നത്രേ. വാസ്തവത്തിൽ നമ്മൾ കർത്താവിനെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന വർഷം ഇന്ന മാസം ഇത്രാം തീയതി യേശുവിനെ എൻ്റെ കർത്താവായി സ്വീകരിച്ചു. അങ്ങനെ നമ്മൾ പറയുന്നതിൽ അതിൽ വേദശാസ്ത്രപരമായിട്ട് എന്താ തെറ്റുള്ളത്? അതിൽ അങ്ങനെ ഒരു തെറ്റെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. പക്ഷേ കർത്താവ് പറയുന്നത് നിങ്ങൾ പറയേണ്ടത് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. അങ്ങനെ ഒരു ആശയം ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങളിൽ, എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്, തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻനിയമിക്കപ്പെട്ടത് മുൻപിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വരച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് തന്നെ. നാം രക്ഷിക്കപ്പെട്ടതിനെക്കുറിച്ചൊരാശയമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അത് ദൈവത്തിൻ്റെ മുൻനിർണയപ്രകാരം നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കർത്താവ് നമ്മളെ രക്ഷിച്ചു, മുൻനിർണയപ്രകാരം നമ്മളെ രക്ഷിച്ചു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന് 3-4 വാക്യങ്ങളിൽ
ദൈവം നമ്മളെ എപ്പോഴാണ് ഈ മുൻനിർണയപ്രകാരം രക്ഷിച്ചത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 4-ാം വാക്യം, നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കനുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനെ തിരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പേ എന്ന് പറഞ്ഞാൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ദൈവം എന്ത് ചെയ്തു? നമ്മെ അവനെ തിരഞ്ഞെടുത്തു. ദൈവം അവനിൽ നമ്മെ തിരഞ്ഞെടുത്തു എന്ന് നാം ഇവിടെ കാണുകയാണ്. ഒരുപാട് വാക്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. 2 തീമോത്തിയോസ് 1-ാം അധ്യായം 9-ാം വാക്യം, 2 തീമോത്തി ചാപ്റ്റർ 1 വേഴ്സ് 9, അവിടെയും നമുക്ക് ഇങ്ങനൊരാശയം കാണാനായിട്ട് കഴിയും. അവിടെ അതിൻ്റെ അവസാനം നാം കാണുന്നത് സകലകാലത്തിനു മുമ്പേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് സുവിശേഷം കൊണ്ട് നമുക്ക് ഈ ഭാഗ്യപദവിയിലേക്ക് വരാനായിട്ട് കഴിഞ്ഞത്. എന്നാൽ സകലകാലത്തിനു മുമ്പേ നമ്മെ ക്രിസ്തുവേശുവിൽ നമുക്ക് ഈ കൃപ നൽകിയിരുന്നു എന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം, 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം, അതിൻ്റെ ഒടുവിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട്. അപ്പോൾ എപ്പോൾ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു എന്ന് ഈ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. അപ്പോൾ അത് ആദ്യം മുതൽ തിരഞ്ഞെടുത്തു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് യാദൃച്ഛികമായിട്ടുണ്ടായതല്ല നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്. ദൈവം ആദിയിൽ തന്നെ അതിനൊരു രൂപകൽപ്പന ചെയ്തു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തീത്തോസ് 1:2, ടൈറ്റസ് ചാപ്റ്റർ 1 വേഴ്സ് 2, അവിടെ നിത്യതയിലെ വാഗ്ദത്തപ്രകാരം ദൈവം നമ്മളെ രക്ഷിച്ചു എന്ന് കാണുന്നുണ്ട്. നിത്യതയിലെ വാഗ്ദത്തപ്രകാരം ദൈവം നമ്മളെ രക്ഷിച്ചു എന്ന് കാണുന്നുണ്ട്. റോമർ 8:28 നമ്മൾ വായിക്കുന്നുണ്ട്. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 28, അവിടെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നമ്മളെ ദൈവം നിർണയപ്രകാരം വിളിച്ചതാണ് എന്ന് കാണുന്നുണ്ട്. 8:29 നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു എന്ന് അവിടെ കാണുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് വാക്യങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനായിട്ട് സാധിക്കും. പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 48-ാം വാക്യം, ആക്ട്സ് ചാപ്റ്റർ 13 വേഴ്സ് 48, അവിടെ കാണുന്നത് നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും എന്ത് ചെയ്തു? വിശ്വസിച്ചു. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. അപ്പം ദൈവം നമ്മളെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ ആ രക്ഷയുടെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു മുൻനിർണയം ഉണ്ടായിരുന്നു എന്നുള്ളത് നാം തിരുവെഴുത്തിൽ നിന്ന് പഠിക്കുന്ന ഒരു വസ്തുതയാണ്. എസെക്കിയേൽ സാർ അതിനെക്കുറിച്ച് പറഞ്ഞൊരാശയം വളരെയധികം ചിന്തനീയമാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഈ നോഹയുടെ കാലത്തിലെ ജലപ്രളയം പോലെ വലിയൊരു ജലപ്രളയം ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാൾ ഈ സന്ദേശം എല്ലാവരോടും പ്രസംഗിക്കുകയാണ്. എന്നാൽ അദ്ദേഹം പറയുന്നത് ഈ പ്രസംഗം കേട്ടിട്ട് ജലപ്രളയം വരുമെന്ന് വിചാരിച്ച് ഞാൻ ഈ പെട്ടകത്തിൽ കയറി. അപ്പോൾ ഈ പ്രസംഗം വിശ്വസിച്ച് പെട്ടകത്തിൽ കയറിയതാണ്. ജലപ്രളയം വരുമെന്ന് വിശ്വസിച്ച് ഈ പെട്ടകത്തിൽ കയറിയതാണ്. ഞാൻ ഈ പെട്ടകത്തിൽ കയറിയപ്പോൾ ഈ പെട്ടകത്തിൽ വലിയ ഒരു ലിസ്റ്റുണ്ട്. അതിൽ ഒരുപാട് ആളുകളുടെ പേരെഴുതിയിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ പേരെഴുതിയ ഒരു ലിസ്റ്റ് ഈ ഒരു ബോർഡ് ഈ പെട്ടകത്തിൽ തൂക്കിയിട്ടുണ്ട്. അദ്ദേഹം നോക്കിയപ്പോൾ അതിൽ ഒരു പേരെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരാണ്. അദ്ദേഹം ചോദിക്കുന്നത്, ഈ പേര് കണ്ടുകൊണ്ടാണോ ഞാൻ ഈ പെട്ടകത്തിൽ കയറിയത്? അല്ല. എൻ്റെ പേരുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണോ ഞാൻ ഈ പെട്ടകത്തിൽ കയറിയത്? അല്ല. ഈ പ്രസംഗം കേട്ട് ഞാനത് വിശ്വസിച്ച് ഈ പെട്ടകത്തിൽ കയറിയപ്പോൾ അവിടെ എൻ്റെ പേരും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ആ പെട്ടകത്തിൽ കയറുമെന്നുള്ളത് നേരത്തെ തന്നെ മുൻനിർണയിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു. അപ്പോൾ ദൈവം നമ്മളെ രക്ഷയ്ക്കായി മുൻനിർണയിച്ചു എന്ന് പറയുമ്പോൾ അത് സംഭവിക്കുന്നത്, നമ്മളെ രക്ഷയിലേക്ക് ദൈവം നയിക്കുന്നത് നാം ഓരോരുത്തരും സുവിശേഷം കേട്ട് വിശ്വസിക്കുമ്പോഴാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഈ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീരെന്ന് പറയുമ്പോൾ പ്രവർത്തിച്ച് രക്ഷ നേടുക എന്നുള്ളതല്ല എന്നുള്ളതിൻ്റെ 3 കാരണങ്ങൾ ഞാൻ ഓർപ്പിച്ചു. 1, ഇത് എഴുതിയത് ഫിലിപ്പിയിലെ വിശുദ്ധന്മാർക്കാണ്. 2, രക്ഷ പ്രവർത്തിയാൽ അല്ല എന്നുള്ളതിന് ഒരുപാട് വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. 3, ദൈവത്തിൻ്റെ
രക്ഷ എന്നുള്ളതിൽ, ആത്മരക്ഷ എന്നുള്ളതിന് ഒരു മുൻനിർണയം നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നൊരാശയം പ്രവർത്തിച്ച് ആത്മരക്ഷ കരസ്ഥമാക്കുക എന്നൊരു ധ്വനിയിലല്ല എന്ന് നമുക്ക് നിശ്ചയമായും മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഇവിടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ആശയം എന്ന് പറയുന്നത്? ഞാനൊരു 4 കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ വേദഭാഗത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്യങ്ങളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ആശയം എന്നുള്ളത്? ഒരാശയം എന്ന് പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് പ്രവർത്തിപ്പീൻ എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ടത് കൊണ്ട് നാം പ്രവർത്തിപ്പീൻ എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്കായിട്ട് ഒരു പ്രവൃത്തിയും ആവശ്യമില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടവർ എന്ത് ചെയ്യണം? പ്രവൃത്തി ചെയ്യണം. നമ്മൾ എഫേസ്യ ലേഖനം നമുക്ക് പരിചിതമായ വാക്യമാണല്ലോ. 2-ാം അധ്യായം 8 മുതൽ നമ്മൾ അല്പം കണ്ടു. എന്താ? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ 10-ാം വാക്യവും നോക്കുക. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം നോക്കിയേ. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരായിരിക്കുന്നു. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഒരു പ്രവൃത്തിയും രക്ഷയ്ക്ക് വേണ്ടി ആവശ്യമില്ല. പക്ഷെ ദൈവം നമ്മളെ രക്ഷിച്ചത് എന്തിനാണെന്നാണ് പറയുന്നത്? പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയാണ് രക്ഷിച്ചത്. പ്രവൃത്തി ചെയ്ത് രക്ഷിക്കപ്പെടുക എന്നൊരു പദ്ധതിയേ വേദപുസ്തകത്തിലില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്ത് ചെയ്യണം? പ്രവൃത്തി ചെയ്യണമെന്ന് വ്യക്തമായി ദൈവവചനം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നതിനൊരു കാരണം. അപ്പോൾ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീനെന്ന് പറയുമ്പോൾ ദൈവജനത്തിൻ്റെ മധ്യത്തിൽ, ദൈവദാസന്മാരുടെ മധ്യത്തിൽ, പണ്ഡിതന്മാരുടെ മധ്യത്തിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു ആശയം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടത് കൊണ്ട് പ്രവർത്തിപ്പീൻ എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ആശയത്തിലേക്ക് വരുന്നു. നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കുവീൻ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് ബോധ്യം വരുവാനിടവരുത്തുവീൻ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യം വരുത്തുവാൻ നിങ്ങൾ ഇടവരുത്തുവീൻ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യം വരുത്തുവാൻ നിങ്ങളതിന് സംഗതി ഉണ്ടാക്കുവീൻ. എന്ന് പറഞ്ഞാൽ ഞാനൊരു ദൈവവേദലാണ്, അത് മറ്റുള്ളവർ കൂടി മനസ്സിലാക്കണം. ആ ഒരു ധ്വനിയാണ് ഈ രണ്ടാമത്തെ ആശയത്തിൽ വരുന്നത്. നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കുക. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെന്നുള്ളത് നിങ്ങളുടെ പ്രവൃത്തി മൂലം മറ്റുള്ളവർ മനസ്സിലാക്കണം എന്നൊരു ധ്വനി അവിടെ രണ്ടാമത്തെ ആശയത്തിൽ നമ്മൾ കാണുകയാണ്. അതും അതിനോട് ഒരളവിൽ നമുക്ക് ശരിയാണ് എന്ന് പറയാം. ആ ആശയം നമുക്കിതിൽ ഏറെക്കുറെ പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു ആശയമാണ്. നാം രക്ഷിക്കപ്പെട്ട നമ്മൾ പ്രവൃത്തി ചെയ്ത് ദൈവമക്കൾ എന്ന് തെളിയിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഞാനതിനെക്കുറിച്ച് ചുരുക്കം ചില കാര്യങ്ങൾ പറയാനായിട്ട് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കുന്നുണ്ട്. അത് പറഞ്ഞ് ഞാൻ മൂന്നാമത്തെ ആശയത്തിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് മറ്റുള്ളവരെ നമ്മൾ നമ്മുടെ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കിക്കണം. നമുക്കറിയാം, ഈ ആത്മീക ജീവിതത്തിന് 2 തലങ്ങളാണുള്ളത്. ഒന്ന് വ്യക്തിപരമായതും അഥവാ രഹസ്യമായതും, 2 പരസ്യമായതും. അപ്പം ഞാൻ എൻ്റെ രഹസ്യ ജീവിതത്തിൽ മാത്രം ആത്മീയനായിരിക്കാം, പരസ്യ ജീവിതത്തിൽ ഞാൻ അങ്ങനെ വരത്തില്ല എന്ന് പറയുന്നൊരു കാര്യം ബൈബിൾ പഠിപ്പിക്കുന്ന ഭക്തിയല്ല. പ്രിയപ്പെട്ടവരെ, അതിന് 2 തലങ്ങളാണുള്ളത്. ഇവിടെയും ദൈവമനുഷ്യന് നൽകിയിരിക്കുന്ന രക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മളെ രക്ഷിച്ചു, അതിൻ്റെ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നു. നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം നമ്മളിലൂടെ മറ്റുള്ളവർ കാണുവാൻ കഴിയണം. അങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ഇടയാക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്? അല്ലെങ്കിൽ ഞാനൊരു ദൈവോഹിതലാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ് എന്ന് എങ്ങനെ തിരിച്ചറിയാനായിട്ട് കഴിയും? നാം വസിക്കുന്നത് വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ്.
വളരെ വളരെ ദൈവവിപരീതമായ കാര്യങ്ങൾ നടക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ ലോകത്തിന് നടുവിൽ ഞാനൊരു ദൈവ പൈതലാണ് എന്ന് മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയും? ഞാനതിന് ഒരു 4-5 വാക്യങ്ങൾ പെട്ടെന്നങ്ങ് പറഞ്ഞു പോകാം. ഞാനൊരു രക്ഷിക്കപ്പെട്ടവരാണെന്ന് എങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും? ഒന്ന്, നമുക്ക് പരിചിതങ്ങളായ വാക്യങ്ങൾ തന്നെയാണ്. 1 Peter chapter 2 verse 1, 1 പത്രോസ് 2-ാം അധ്യായം 1-ാം വാക്യം. ദൈവവചനത്തിനായുള്ള ദാഹം കണ്ടറിയാം. ദൈവവചനത്തിനായുള്ള ദാഹം കണ്ടറിയാം. 1 പത്രോസ് 2:1 അവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിന് പാൽ ആവശ്യമാണ് എന്ന് പറയുന്നത് പോലെ ഒരാൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവ് ദൈവവചനം എന്നുള്ള ഈ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാനുള്ള ഒരു വാഞ്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വചന വായന, വചന പഠനം, വചനധ്യാനം, വചനത്തോടുള്ള സ്നേഹം, ഇതൊക്കെ നമ്മളിൽ ഉണ്ടാകുമ്പോൾ അത് വെളിപ്പെടുത്തുന്ന ഒരു വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിനായുള്ള ദാഹം നമുക്കറിയാം. നമ്മൾ ഒരു നേരം നമ്മൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ നമുക്ക് വിശപ്പുണ്ടാകും. 2 നേരം കഴിച്ചില്ലെങ്കിൽ കുറെ കൂടി വിശപ്പുണ്ടാകും. 3 നേരം കഴിച്ചാൽ ഒരുപക്ഷെ വിശപ്പ് കെട്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഒരു ദിവസം ധ്യാനിച്ചില്ലെങ്കിൽ, വായിച്ചില്ലെങ്കിൽ എന്തോ ഒരു ശൂന്യത. അയ്യോ, ഞാൻ വചനം വായിച്ചില്ല, ധ്യാനിച്ചില്ല, ആ ഒരു കുറവ് എനിക്ക് അനുഭവപ്പെടാറുണ്ടോ? അങ്ങനെ അനുഭവപ്പെടാറുണ്ടെങ്കിൽ അതൊരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. രക്ഷിക്കപ്പെട്ടു എന്നെങ്ങനെ തിരിച്ചറിയാനായിട്ട് കഴിയും? വചനത്തിനായുള്ള ദാഹം കണ്ട് അറിയാനായിട്ട് കഴിയും. രണ്ടാമത് എങ്ങനെ അറിയാം? മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 34-ാം വാക്യം. മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 34. മത്തായി 12-ാം അധ്യായം 34-ാം വാക്യം. ഫലം കണ്ടറിയാം എന്നാണ് കാണും. ഫലം കണ്ടറിയാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 34-ാം വാക്യം. ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത്. ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത്. ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത് എന്ന് പറഞ്ഞാൽ ഈ വൃക്ഷം എങ്ങനെയുള്ള വൃക്ഷമാണ്? ഇത് നല്ല വൃക്ഷമാണോ കാട്ടുവൃക്ഷമാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇവിടെ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് വൃക്ഷത്തെ അറിയാനൊരു മാർഗമുണ്ട്, അത് ഫലമാണ്. ഫലം കൊണ്ട് വൃക്ഷത്തെ അറിയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ദൈവമക്കളാണ് എന്നുള്ളതിന് എങ്ങനെ അത് തിരിച്ചറിയാം എന്നുള്ളതിൻ്റെ ഒരു ആശയമാണ് കർത്താവ് അവിടെ ഓർപ്പിക്കുന്നത്. ഫലം കൊണ്ട് നമ്മളെ തിരിച്ചറിയാം എന്നാണ്. ആകട്ടെ, ഇവിടെ പറയുന്ന ഫലം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതാണോ ഇവിടെ പറയുന്ന ഫലം? അല്ലെങ്കിൽ എന്തെങ്കിലും കർത്താവിന് വേണ്ടി വളരെയധികം ഉത്സാഹത്തോടെ ചെയ്യുന്നതാണോ ഇവിടെ പറയുന്ന ഫലം? ഇവിടെ പറയുന്ന ഫലം അങ്ങനെയുള്ള ഫലങ്ങളല്ല. ഇവിടെ പറയുന്ന ഫലം എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യത്തെക്കുറിച്ചാണ്, ഒരൊറ്റ വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ സംസാരം എന്നുള്ള ആ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ നാവിനെ ഉപയോഗിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിനാണ് ഇവിടെ ഫലമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ നാവ് ശരിയായ നിലയിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഈ വൃക്ഷം ചീത്ത വൃക്ഷം എന്ന് വെപ്പീൻ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നാവ് ശരിയായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഈ വൃക്ഷം ചീത്ത വൃക്ഷമാണ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ഒരുത്തൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നല്ലതും ദുർനിക്ഷേപത്തിൽ നിന്ന് തീയതം പുറപ്പെടുവിക്കുന്നു. 35-ാം വാക്യം എന്ന് പറഞ്ഞാൽ ഒരാളുടെ വായിൽ നിന്ന് വരുന്നൊരു വാക്കെന്ന് പറയുമ്പോൾ കേവലം ഒരു വാക്കങ്ങ് വന്നു, അല്ലെ ഒരു ദേഷ്യം വന്നപ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകമായൊരു സാഹചര്യം വന്നപ്പോൾ വായിൽ നിന്നൊരു അരുതാത്ത വാക്ക് വന്നു. അതിൻ്റെ അകത്ത് ഇത്ര വലിയ സ്വാഭാവികത അല്ലെങ്കിൽ ഇതിന് അസ്വാഭാവികത എന്താണ് എന്ന് നമ്മൾ പറയാനായിട്ട് നമുക്ക് സാധ്യമല്ല. എൻ്റെ വായിൽ നിന്നൊരു വാക്ക് വന്നാൽ അത് കേവലം വായിൽ നിന്ന് വരുന്ന വാക്കല്ല, അത് ഈ ട്രഷറിയിൽ നിന്ന് വരുന്ന വാക്കാണ്, ഈ നിക്ഷേപത്തിൽ നിന്ന് വരുന്ന വാക്കാണ്. ഈ നിക്ഷേപം നല്ല നിക്ഷേപമാണോ ദുർനിക്ഷേപമാണോ അതിനെ ആശ്രയിച്ചാണ് അതിൽ നിന്നുള്ള വാക്കുകൾ വരുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേറൊരു രണ്ടാമതൊരു വ്യാഖ്യാനത്തിന് ആവശ്യമില്ലാതെ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഒരാളുടെ വാക്ക് കേട്ടാൽ അറിയാം ആ വ്യക്തി രക്ഷിക്കപ്പെട്ടയാളാണോ രക്ഷിക്കപ്പെടാത്തയാളാണോ എന്ന്.
ഇപ്പം നമ്മൾ സാധാരണ സന്തോഷവും സ്നേഹവും ഒക്കെ ഉള്ളപ്പോൾ പറയുന്ന വാക്ക് നമ്മൾ ചിന്തിക്കേണ്ട. ഇപ്പം ദേഷ്യം വരുമ്പോഴുള്ളൊരു വർത്തമാനം, എൻ്റെ പ്രസ്റ്റീജിനെ ബാധിക്കുന്ന ഒരു വിഷയം ഒരാൾ സംസാരിക്കുമ്പോൾ, എനിക്കെതിരായി, എൻ്റെ സ്ഥാനത്തിനെതിരായി, എൻ്റെ മാനത്തിനെതിരായി, ഞാൻ ചെയ്ത കാര്യത്തിനെതിരായി ഒരാൾ സംസാരിക്കുമ്പോൾ എൻ്റെ തിരിച്ചുള്ള പ്രതികരണം എന്താണ്? അത് കേൾക്കുമ്പോൾ അറിയാം ഈ വൃക്ഷം എങ്ങനെയുള്ള വൃക്ഷമാണെന്ന്. രണ്ട് വ്യാഖ്യാനമില്ല ഇതിന്, ഒറ്റ വ്യാഖ്യാനമേ ഉള്ളൂ, ഒറ്റ ആശയമേ ഉള്ളൂ. അപ്പം നമ്മുടെ വാക്കുകൾ നമ്മൾ എത്രയധികം സൂക്ഷിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാണ്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകാൻ യാതൊരു നിർവാഹവും നമുക്കില്ല. നമ്മുടെ വാക്കുകളിലൂടെ ഈ വൃക്ഷം ഏതാണെന്ന് അറിയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ വാക്കുകളിലൂടെ നാം രക്ഷിക്കപ്പെട്ടവരാണോ അല്ലയോ എന്ന് അറിയാനായിട്ട് കഴിയും എന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്. യാക്കോബിന്റെ ലേഖനത്തിലേക്കൊന്നും ഞാൻ പോകുവാനായിട്ട് ഈ സമയം ആഗ്രഹിക്കുന്നില്ല. വാക്കുകളെക്കുറിച്ച്, നാവുകളെക്കുറിച്ച് അദ്ദേഹം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. രക്ഷിക്കപ്പെട്ടവരുടെ വായിൽ നിന്ന് അതിന് വിപരീതമായ വാക്ക് ഒരു കാരണവശാലും വരികയില്ല. അത് കർക്കശമായിട്ടാണ് പറയുന്നത്. അങ്ങനെ സംഭവിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതിൻ്റെ മൂന്നാമത്തെ ആശയത്തിലേക്ക് വരാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം, 1 John chapter 3 verse 9. അവിടെ പാപം ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അത് ഞാൻ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പാപത്തിൽ തുടരുകയില്ല എന്നുള്ളൊരാശയമാണ് അവിടെ എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഒരു ദൈവ പൈതൽ പാപത്തിൽ തുടരുകയില്ല. ഞാനവിടെ പറയാൻ ആഗ്രഹിക്കുന്ന പോയിന്റ് പാപത്തോടുള്ള പോരാട്ടം കണ്ടറിയാം എന്നുള്ളതാണ്. 1 വചനത്തെയുള്ള ദാഹം കണ്ടറിയാം, 2 ഫലം കണ്ടറിയാം, 3 പാപത്തോടുള്ള പോരാട്ടം കണ്ടറിയാം. പാപത്തോടുള്ള പോരാട്ടം കണ്ടറിയാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പാപത്തോട് പോരാടുന്നതിൽ എത്ര പ്രാണത്യാഗത്തോളം, അല്ലേ? അപ്പൊ പാപത്തോടുള്ള പോരാട്ടം അത് കണ്ടറിയാം. ഈ ഞാൻ രക്ഷിക്കപ്പെട്ടയാളാണോ രക്ഷിക്കപ്പെടാത്തയാളാണോ? അപ്പോൾ പാപം ഈ 1 യോഹന്നാൻ 3:9 വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദൽ പാപത്തിൽ തുടരുകയില്ല എന്നുള്ളതാണ്. പാപത്തിൽ തുടരുകയില്ല എന്നുള്ളതാണ്. പാപം ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ അത് വചനത്തോട് തെറ്റായ ഒരു പഠിപ്പിക്കലായി പോകും. ചില ആളുകൾ പഠിപ്പിക്കാറുണ്ട് വിശ്വാസികൾക്ക് പാപം ചെയ്യാനേ കഴിയുകയില്ല. അത് തെറ്റായൊരു പഠിപ്പിക്കൽ തന്നെയാണ്. നമ്മൾ ഈ ബലഹീന ശരീരത്തിൽ വസിക്കുമ്പോൾ പാപത്തിൻ്റെ ലാഞ്ചനകൾ നമുക്കുമുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട സത്യം എന്ന് പറയുന്നത്, നമുക്കൊരു പ്രത്യേകതയുള്ളത്, നമുക്കാർക്കും പാപത്തിൽ തുടരാനായിട്ട് കഴിയുകയില്ല. അതിന് പല വാക്യങ്ങൾ നമുക്ക് മനസ്സിലായി. അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു, അവിടെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വസിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുകയാണ്, അല്ലേ? ഇപ്പം നമ്മൾ എന്തുകൊണ്ട് പാപത്തെ തുടരുന്നില്ല? ഇപ്പം നമ്മൾ ഒരു പാപം ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുക എന്ന് വിചാരിക്കുക, പാപം ചെയ്യാനായിട്ട് പദ്ധതി ഇടുക. അപ്പോൾ ദൈവാത്മാവ് നമ്മോട് പറയും, മകനെ അത് പാടില്ല, മകളെ അത് പാടില്ല, നീ അത് ചെയ്യരുത്, ആ പാപം ചെയ്യാൻ നിനക്ക് അനുവാദമില്ല നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ പരിശുദ്ധാത്മാവിനെ തട്ടി മാറ്റിയിട്ട് ആ പാപം നമ്മൾ ചെയ്തു എന്ന് വിചാരിക്കുക. പാപം നമ്മൾ ചെയ്താലും പരിശുദ്ധാത്മാവ് നമ്മളെ പോകുന്ന ഒരു കാര്യമില്ല. അത് നാം വചനത്തോടെ മനസ്സിലാക്കുന്ന കാര്യമാണ്. പിന്നെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടേയിരിക്കും. മകനെ നീ മടങ്ങി വരണം, മകളെ നീ മടങ്ങി വരണം, നീ യഥാസ്ഥാനപ്പെടണം, നിന്റെ കുറവുകളെ നീ ഏറ്റുപറയണം, നീ എനിക്ക് പ്രയോജനമുള്ളവളായി ജീവിക്കണം, എൻ്റെ വഴികളിൽ നീ വിശ്വസ്തയോടെ ജീവിക്കണം, നീ മടങ്ങി വരണം, നീ യഥാസ്ഥാനപ്പെടണം. ഞാൻ ചോദിക്കട്ടെ, എത്ര ദിവസം നമുക്ക് പരിശുദ്ധാത്മാവിനോട് പറയാൻ പറ്റും, പരിശുദ്ധാത്മാവേ നീ എന്നോടൊരു അക്ഷരം പോലും മിണ്ടരുത്, എനിക്ക് നിന്റെ ഒരാലോചനയും കേൾക്കണ്ട? നമുക്ക് എത്ര പ്രാവശ്യം പരിശുദ്ധാത്മാവിനോട് പറയാനായിട്ട് കഴിയും? നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ മടങ്ങി വരും. പരിശുദ്ധാത്മാവിന് മുമ്പേ നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കും. ഞാൻ തെറ്റിപ്പോയെന്ന് പറയും. പാപത്തിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ഞാൻ എന്ത് ചെയ്യും? അതിനെ അവസാനിപ്പിച്ച് വഴി തിരിച്ചുവിടും. എന്താ കാര്യം? ദൈവത്തിൻ്റെ ആത്മാവിനിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദലിന് പാപത്തിൽ തുടരാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ്. പാപത്തിലൊരാൾ തുടരുകയാണെന്ന് വിചാരിക്കുക. ഈ ചിലയിടത്തൊക്കെ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഭവന സന്ദർശനത്തിനൊക്കെ പോകുമ്പോൾ
ചില ആളുകൾ പറയാറുണ്ട്, ഇന്നയാൾ നിങ്ങളുടെ സഭയിലാണോ കൂടുന്നത്? അയ്യോ, നല്ല നമ്മൾ വിചാരിക്കും ഒരു നല്ല ബന്ധമൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി ചോദിക്കുകയാണെന്ന് വിചാരിക്കും. ആണെന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴാണ് വിചാരിക്കുന്നത്, അയ്യോ പുള്ളി കൂടുന്ന സഭയാണോ നിങ്ങളുടെ സഭ? പുള്ളിയെ ഞങ്ങൾക്കറിയാം. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും പാപത്തിനൊരാൾ തുടരുന്നുവെങ്കിൽ ആ വ്യക്തി രക്ഷിക്കപ്പെട്ടവനായിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അവർക്കങ്ങനെ കഴിയുകയില്ലെന്നാണ് പറയുന്നത്. കഴിയുകയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഒരാൾക്കത് കഴിയുമെന്ന് നാം പറയുവാൻ എങ്ങനെ സാധിക്കും? കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ടൊരു ദൈവവേദൽ പാപത്തിൽ തുടരുകയില്ല. അപ്പോൾ പാപത്തോടുള്ള പോരാട്ടം കണ്ട് ഒരാൾ രക്ഷിക്കപ്പെട്ടയാളാണെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും. നാലാമത് എങ്ങനെ അറിയാനായിട്ട് കഴിയും? 1 യോഹന്നാൻ തന്നെ 2-ാം അധ്യായം 6-ാം വാക്യം. 1 John chapter 2 verse 6. 1 യോഹന്നാൻ 2-ാം അധ്യായം 6-ാം വാക്യം. നടപ്പ് കണ്ടറിയാം എന്നുള്ളതാണ്. ആദ്യം എടുക്കുന്നൊന്ന് വായിച്ചാൽ നോക്കണം. നടപ്പ് കണ്ടറിയാം, നടപ്പ് കണ്ടറിയാം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അവൻ നടന്നതുപോലെ. നമ്മുടെ നടപ്പ് കാണുമ്പോൾ അറിയാം നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന്. നമ്മൾ നടപ്പ് ജീവിതത്തെയാണ് കാണിക്കുന്നത്. നമുക്കത് നന്നായിട്ടറിയാവുന്ന വസ്തുതയാണ്. നമ്മുടെ ജീവിതം കാണുമ്പോൾ, ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകൾ കാണുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വശങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നാം രക്ഷിക്കപ്പെട്ടവരാണോ എന്നുള്ളത്. നടപ്പ് കണ്ടറിയാം. രക്ഷിക്കപ്പെട്ടവരാൾ എങ്ങനെ നടക്കണമെന്നാണ് പറയുന്നത്? അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ആരാ നടക്കേണ്ടത്? അവനിൽ ഇരിക്കുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകും. ഞാൻ പറയുക, ഞാൻ അവനിൽ വസിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഞാൻ രക്ഷിക്കപ്പെട്ട ഒരാളാണ്. ഞാൻ അങ്ങനെ പറയുന്നുവെങ്കിൽ എനിക്കൊരു വലിയ കടപ്പാടുണ്ട്. അവൻ നടന്നതുപോലെ ഞാൻ നടക്കണം. ഇല്ലെങ്കിൽ ഞാൻ എന്ത് പറയാൻ പാടില്ല? ഞാൻ അവനിൽ വസിക്കുകയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, ഞാൻ ദൈവവേദിലാണ് എന്ന് പറയാൻ പാടില്ല. ഞാൻ അങ്ങനെ പറയുന്നൊരു വ്യക്തിയാണോ? എനിക്കങ്ങനെ പറയാൻ ആഗ്രഹമുണ്ടോ? ഞാൻ അവനിൽ വസിക്കുന്നവനാണെന്ന് ഞാൻ പറയാൻ എനിക്ക് താല്പര്യമുള്ള വ്യക്തിയാണോ? അങ്ങനെയെങ്കിൽ നിർബന്ധമായും ഞാൻ എന്ത് ചെയ്തിരിക്കണം? അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ്. നമുക്കറിയാം, നമ്മളിൽ പലരും ഇസ്രായേലും ഒക്കെ പോയി കണ്ടിട്ടുള്ള ആളുകളാണ്. നല്ല കാര്യമാണ്. നമുക്കൊരു ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഒരു 2-2.5 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ പോയി കർത്താവ് ജനിച്ച സ്ഥലം, ജീവിച്ച സ്ഥലം, നടന്ന സ്ഥലം, സ്നാനമേറ്റ സ്ഥലം, കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലം, ഉയർത്തെഴുന്ന എല്ലാം നമുക്ക് കണ്ടിട്ട് സന്തോഷത്തോട് മടങ്ങി വരാനായിട്ട് കഴിയും. പക്ഷെ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. 2-2.5 ലക്ഷം രൂപയോ നമുക്കുണ്ടെങ്കിൽ കർത്താവ് നടന്നതുപോലെ നടക്കാൻ നമുക്ക് കഴിയുകയില്ല. അതിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കണം. എൻ്റെ ജീവിതത്തെ ഞാൻ കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. എൻ്റെ ജീവിതത്തിലെ കുറവുകളെ ഞാൻ ഏറ്റുപറയണം. ഞാൻ അതിനു വേണ്ടി ത്യാഗം അനുഭവിക്കണം. ദൈവപുത്ര, അങ്ങ് നടന്നതുപോലെ എനിക്ക് നടക്കാൻ ആഗ്രഹമുണ്ട്. അവിടുത്തെ ചുവടുകൾ മനസ്സിലാക്കി അവൻ പതിപ്പിച്ച ചുവടുകളിൽ തന്നെ നമ്മുടെ കാലും ചവിട്ടുവാനായിട്ട് നാം ശ്രമിക്കണം. നമ്മുടെ കാലുകളൊക്കെ ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. എങ്കിലും കർത്താവ് ചുവടുകൾ പതിപ്പിച്ച് അവിടെ തന്നെ ഞാനും എൻ്റെ ചുവട് പതിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. ടിക്കേസ് പാടിയിട്ടുണ്ടല്ലോ, അവനുടെ ചുവടുകൾ പതിഞ്ഞിടം നോക്കി നിന്റെ ചുവടുകളും ചവിട്ടും. അതാണ് അവൻ നടന്നതുപോലെ നടക്കുന്നു എന്ന് പറയുന്നത്. കുറേ ദൂരം എൻ്റെ വഴിയെ നടന്നു, ഇടയ്ക്കൊക്കെ ഞാൻ കർത്താവിൻ്റെ കാൽപ്പാട് നടന്നു. ആ ജീവിതം കർത്താവിന് ഇഷ്ടമുള്ള ജീവിതമല്ല. ഒരാൾ രക്ഷിക്കപ്പെട്ടു എന്ന് എങ്ങനെ അറിയാനായിട്ട് കഴിയും? അവൻ നടന്നതുപോലെ നടക്കുന്നവനായിരിക്കണം. അതിനുള്ള കൃപ അവന് കർത്താവ് നൽകുമെന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടു എന്ന് അറിയാനായിട്ട് കഴിയുന്നത്? ഇനി ഞാൻ അതിന് രണ്ടാമത്തെ വ്യാഖ്യാനത്തിൽ, രണ്ടാമത്തെ ചിന്തയുടെ 5-ാമത്തെ പോയിന്റിലേക്ക് വരുന്നു. എങ്ങനെ അറിയാൻ കഴിയും? നമ്മൾ കണ്ടു, വചനത്തിനായുള്ള ദാഹം കണ്ടറിയാം, ഫലം കണ്ടറിയാം, പാപത്തോടുള്ള പോരാട്ടം കണ്ടറിയാം, നമ്മുടെ നടപ്പ് കണ്ടറിയാം. 5-ാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ 3-ാമത്തെ ആശയത്തിലേക്ക് വരുന്നു. യോഹന്നാൻ്റെ 1-ാം ലേഖനം തന്നെയാണ്. 1 John chapter 3 verse 14. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. ഞാൻ മരണം വിട്ട് ജീവനിൽ കടന്നവനാണോ എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എവിടെ വസിച്ചിരുന്നത്?
മരണത്തിലാണ്, അല്ലേ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് മരണത്തിന്, അതിക്രമങ്ങളാലും പാപങ്ങളാലും നമ്മൾ മരിച്ചവരായിരുന്നു. നാം മരിച്ചവരായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ ആരാ? മരണം വിട്ട് ജീവനിൽ കടന്നു. ജീവനിൽ കടന്നു. ഇവിടെ യോഹന്നാൻ ചോദിക്കുകയാണ്, നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് എങ്ങനെ അറിയാം? എങ്ങനെ അറിയാമെന്ന് പറയുന്നത് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ അറിയാം. സഹോദരനെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് എൻ്റെ കൂട്ടുവിശ്വാസികൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഞാനൊരു ദൈവവൈതലാണെന്ന് എൻ്റെ കൂട്ടുവിശ്വാസികൾ എങ്ങനെ അറിയും? ഇവിടെ യോഹന്നാൻ പറയുന്നത്, ഞാൻ സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെ എടുത്തു പറയുകയാണ്, സ്നേഹിക്കാത്തവൻ എവിടെ വസിക്കുന്നു? മരണത്തിൽ വസിക്കും എന്ന് പറഞ്ഞാൽ, സ്നേഹിക്കാത്തവൻ എവിടെ തന്നെ വസിക്കുക? മരണത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അതിൻ്റെ യാതൊരു വേറെ ആശയവും കൊടുക്കാതെ അതിൻ്റെ ലിറ്ററലായിട്ട് നമ്മൾ വ്യാഖ്യാനിച്ചാൽ അതിൻ്റെ അർത്ഥം, അവൻ മരണത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവൻ ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നാണ് എൻ്റെ അർത്ഥം. അവൻ ഇതുവരെയും രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട ഒരാൾ സഹോദരനെ സ്നേഹിക്കും എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. സഹോദരന്മാരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സഹോദരൻ ചെയ്യുന്നത് എല്ലാം ഇഷ്ടമാണെങ്കിൽ ഞാൻ സ്നേഹിക്കുക എന്നൊരു പ്രമാണം നമുക്ക് ചിന്തിക്കാനേ പറ്റുകയില്ല. അത് നമുക്ക് അങ്ങനെ ഊഹിക്കാൻ പോലും പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ, ഒരു കുടുംബത്തിൽ തന്നെ 4 പേരുണ്ടെങ്കിൽ 4 സ്വഭാവക്കാരായിരിക്കും, അല്ലേ? 4 സ്വഭാവം. ഭാര്യയും ഭർത്താവുകളായ ഒരു സ്വഭാവമാണോ? ഭാര്യയ്ക്കും ഭർത്താവിനും 2 സ്വഭാവമായിരിക്കും, അല്ലേ? മക്കൾ 2 പേരുണ്ടെങ്കിൽ 2 സ്വഭാവമായിരിക്കും, അല്ലേ? അപ്പോൾ ഒരു വീട്ടിൽ തന്നെ എത്ര സ്വഭാവക്കാരാണ്. പക്ഷെ അന്യോന്യം സ്നേഹിച്ച് കരുതി പോകുന്നില്ലേ? അപ്പോൾ സഭയിൽ എന്ന് പറയുമ്പോൾ പല സ്വഭാവക്കാരായിരിക്കാം. എന്നാൽ ഞാൻ കർത്താവ് നിമിത്തം അത് മനസ്സിലാക്കി അത് ക്ഷമിച്ച് സഹകരിച്ച് പോകുവാൻ ഞാൻ എന്നെ തന്നെ ഒരുക്കുക. അതൊരു പ്രയത്നമാണ്, ഒരു അധ്വാനമാണ്. പ്രിയപ്പെട്ടവരെ, അത് ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ എനിക്കതിനുള്ള കൃപ കിട്ടിയിട്ടില്ല. ആ കൃപ എപ്പോഴാണ് കിട്ടുന്നത്? ഞാൻ രക്ഷിക്കപ്പെടുമ്പോഴാണ് കിട്ടുന്നത്. രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ഇത് അനായാസേന ചെയ്യാനായിട്ട് കഴിയും എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അല്ലാത്തവൻ മരണത്തിൽ വസിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെട്ടു എന്ന് എങ്ങനെ മനസ്സിലാക്കാം? സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ അറിയാം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നുള്ളതിൻ്റെ 2 വ്യാഖ്യാനങ്ങളാണ് നമ്മൾ ചുരുക്കമായി കണ്ടത്. ഒന്ന്, രക്ഷിക്കപ്പെട്ടത് കൊണ്ട് പ്രവർത്തിപ്പീൻ. ഒരു പ്രവൃത്തിയും ഇല്ലാതെ രക്ഷിക്കപ്പെട്ടു, പക്ഷേ രക്ഷിക്കപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രവൃത്തി ചെയ്യണം. മറ്റൊന്ന്, നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കുവീൻ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ രക്ഷ നിങ്ങൾ കർമ്മപദത്തിൽ കൊണ്ടുവന്നിട്ട് മറ്റുള്ളവർ അത് കണ്ടിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ആരാണ്? നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കണം എന്നാണ് അവിടെ പറയുന്നത്. ഇനി അതിൻ്റെ ഈ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നുള്ളതിൻ്റെ 3ാമത്തെ വ്യാഖ്യാനം. 4 കാര്യങ്ങളാണ് ഞാൻ വാക്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ 3ാമത്തെ വ്യാഖ്യാനത്തിലേക്ക് വരുന്നു. 3ാമത്തെ വ്യാഖ്യാനം നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന 3ാമത്തെ ആശയം നമുക്കറിയാം. ഈ രക്ഷ എന്നുള്ള വിഷയം നമ്മൾ പഠിക്കുമ്പോൾ അതിന് 3 കാലങ്ങളുണ്ട്. ത്രികാല രക്ഷ എന്ന ഒരു പോയിന്റ് തന്നെ എടുത്ത് ഒരു ടൈറ്റിൽ തന്നെ ഉണ്ടാക്കി രക്ഷ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കാറുണ്ടല്ലോ. അതിൽ 2ാമത്തെ കാലമായ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കുന്ന വേദപണ്ഡിതന്മാരുണ്ട്. അപ്പോൾ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീരെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന ആ കാലത്തോട്, ആ ടെൻസിനോട് സാമ്യപ്പെടുത്തിയുള്ള കാര്യമായി ഇതിനെ പറഞ്ഞിരിക്കും. എന്ന് പറഞ്ഞാൽ 1 രക്ഷിക്കപ്പെട്ടു, 2 രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, 3 രക്ഷിക്കപ്പെടും, അല്ലേ? അപ്പം രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് നമ്മളെ കർത്താവിനോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ ദൈവമക്കളായി തീർന്ന ദിവസമാണ്. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ അത് അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. രക്ഷിക്കപ്പെടും എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവോടുകൂടി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഈ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ള ആ 2ാമത്തെ കാര്യമാണ് ഈ വാക്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന സ്കോളേഴ്സ് പലരുണ്ട് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ ത്രികാല രക്ഷ എന്ന് പറയുമ്പോൾ ഈ ത്രികാല രക്ഷ എന്നൊരു പദം വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുകയില്ല. എന്നാൽ രക്ഷ എന്നുള്ള വിഷയം നമ്മൾ പഠിക്കുമ്പോൾ അതിന് 3 കാലങ്ങളുണ്ട്
എന്നുള്ളത് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. 1 രക്ഷിക്കപ്പെട്ടു, 2 രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, 3 രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണ്. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസ് ആണ്. രക്ഷിക്കപ്പെടും എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. സാൽവേഷൻ ഫ്രം ദ പെനാൽറ്റി ഓഫ് സിൻ. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് സാൽവേഷൻ ഫ്രം ദ പവർ ഓഫ് സിൻ, പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ്. രക്ഷിക്കപ്പെടും എന്ന് പറയുന്നത് സാൽവേഷൻ ഫ്രം ദ പ്രസൻസ് ഓഫ് സിൻ, പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള വിടുതലാണ്. അപ്പം ഈ 3 കാര്യങ്ങളിൽ നടുക്കത്തെ കാര്യമായിട്ട് നമ്മൾ ഈ ആശയത്തെ കാണുക. ഇപ്പം അതിലൊന്നാമത്തേത് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് നമ്മുടെ ഒരു തോന്നലല്ല. അയ്യോ ഞാൻ രക്ഷിക്കപ്പെട്ടു, എൻ്റെ അപ്പച്ചൻ രക്ഷിക്കപ്പെട്ട, വലിയപ്പച്ചൻ രക്ഷിക്കപ്പെട്ടതായിരുന്നു, എൻ്റെ പിതാവ് രക്ഷിക്കപ്പെട്ടതായിരുന്നു, അമ്മ രക്ഷിക്കപ്പെട്ടതായിരുന്നു, അതുകൊണ്ട് ഞാനും രക്ഷിക്കപ്പെട്ടു. ഞാൻ സൺഡേ സ്കൂളിലൊക്കെ പോകുമായിരുന്നു, ബാലസംഘത്തിനൊക്കെ പോകുമായിരുന്നു, അവിടെ ചെന്ന് കൈപൊക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് നമ്മുടെ ഒരു തോന്നലല്ല, അത് നമ്മുടെ ജീവിതത്തെ സമൂലം മാറ്റിമറിച്ച ഒരു അത്ഭുത വിഷയം തന്നെയാണ്. ഇപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ട ദിവസം, അല്ലെങ്കിൽ ഞാൻ ഇന്ന വർഷം, ഇന്ന മാസം, ഇന്ന തീയതി രക്ഷിക്കപ്പെട്ടു, നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഓർത്തിരിക്കുന്ന പോലെ രക്ഷിക്കപ്പെട്ട ദിവസവും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അത് അങ്ങനെ ഓർത്തിരുന്നേ പറ്റുമെന്നൊന്നും വേദോസം പറയുന്നില്ല, പക്ഷെ ഓർത്തിരുന്നാൽ നല്ലതാണ്. ചിലപ്പോൾ നമുക്കതങ്ങ് ഓർമ്മയിലില്ലായിരിക്കാം. ഞാൻ രക്ഷിക്കപ്പെട്ട വർഷമോ മാസമോ സമയമോ ഒന്നും നമുക്ക് ഓർമ്മയില്ലായിരിക്കാം. പക്ഷേ ഒരിക്കലും നമ്മൾ മറന്നു പോകാത്ത, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്നും ഒരു ഓർമ്മ സ്തംഭമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. എന്താണെന്നറിയാമോ? ഞാൻ രക്ഷിക്കപ്പെട്ട ആ സന്ദർഭം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എനിക്ക് ബോധ്യം വരുത്തിയ ആ സന്ദർഭം, കാൽവറിയിലെ ക്രൂശിനെ വ്യക്തമായി ഞാൻ ദർശിച്ച ആ സമയം, ആ രക്താഭിഷിക്തമായ മരക്കുരിശിന്റെ ചുവട്ടിലേക്ക് ഞാൻ വിശ്വാസത്തോട് കടന്നു വന്ന ആ നിമിഷം, ഞാൻ പാപിയാണെന്ന് എനിക്ക് ബോധ്യം വന്ന നിമിഷം, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കിയ ആ സമയം, എൻ്റെ പാപഭാരവുമായ ഞാൻ ക്രൂശിങ്കലേക്ക് വന്ന ആ സമയം എങ്ങനെ എനിക്ക് മറക്കാൻ പറ്റും? മറക്കാൻ പറ്റത്തില്ല. അപ്പം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു തോന്നലല്ല, ഒരു ഊഹാമോഹത്തിൽ ചിന്തിക്കുന്നതല്ല. അങ്ങനെയൊക്കെ അങ്ങ് സംഭവിച്ചു കാണുമായിരിക്കാം, ഒരു പക്ഷേ അങ്ങനെയൊക്കെ അങ്ങ് രക്ഷിക്കപ്പെട്ട് കാണുമായിരിക്കാം. അങ്ങനേ അല്ല, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവമാണത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ സന്ദർഭമാണത്. ആ സന്ദർഭം എങ്ങനെ മറക്കുവാനായിട്ട് നമുക്ക് കഴിയും? രക്ഷിക്കപ്പെട്ടു. രണ്ടാമത് നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മൂന്നാമത് രക്ഷിക്കപ്പെടും. ഇപ്പം ഈ രക്ഷിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ നമ്മുടെ യാതൊരു പ്രവൃത്തിയും നമുക്ക് ആവശ്യമില്ലായിരുന്നു, അല്ലേ? നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടാണോ രക്ഷിക്കപ്പെട്ടത്? അല്ല. ഇനി മൂന്നാമത്തേത് രക്ഷിക്കപ്പെടും എന്നുള്ള കാര്യം, അതിന് നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തി ആവശ്യമുണ്ടോ? ഒരു പ്രവൃത്തി ആവശ്യമില്ല, അല്ലേ? എന്നാൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന കാര്യത്തിന് നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത് വളരെ വളരെ അധികം ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ അതിനു വേണ്ടി വളരെയധികം പ്രവർത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഈ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസി തൻ്റെ അനുദിന ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാതെ തന്നെത്താൻ സൂക്ഷിക്കുന്നതും, തെറ്റുകൾ സംഭവിച്ചാൽ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ജീവിക്കുന്നതുമാണ് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറയും. ഒരു വിശ്വാസി തൻ്റെ അനുദിന ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാതെ സൂക്ഷിക്കുന്നതും, യാദൃച്ഛികങ്ങളിൽ തെറ്റുകൾ സംഭവിച്ചു പോയാൽ ദൈവസന്നിധിയിൽ ഇത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ജീവിക്കുന്നതുമാണ് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറയും. അത് നമ്മുടെ എല്ലാം അനുദിന ജീവിതത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കേണ്ടവരാണ്. ഓരോ വിശ്വാസിയും അനുദിന ജീവിതത്തിൽ പാപത്തിൻ്റെ ശക്തിയോടുള്ള പോരാട്ടമാണ്, പാപത്തിൻ്റെ പ്രലോഭനങ്ങളോടുള്ള പോരാട്ടമാണ്.
മൂന്നാമത്തേത് നമ്മൾ രക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. അതിന് ഏറ്റവും അനുയോജ്യമായ വാക്യം ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങളാണ്. ഏതാ? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, അതാണ് രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത്. അന്ന് നമ്മുടെ ശരീരാത്മദേഹികൾ സമ്പൂർണ്ണമായി രക്ഷിക്കപ്പെടും. ഞാൻ ആ ആശയത്തെ ഉദ്ദേശിച്ചാണ് രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്ന് പറയുന്നത് എന്ന ചിന്തയുള്ള പല വേദപണ്ഡിതന്മാരുമുണ്ട്. അതും അതിൽ തന്നെ ഒരളവിൽ ശരി തന്നെയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി നാലാമത്തെ ആശയം, രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്ന് പറയുന്നതിൻ്റെ നാലാമത്തെ ആശയം എന്ന് പറയുന്നത്, നാലാമത്തെ ആശയം ഈ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്നുള്ളതിൽ ആ വർക്കൗട്ട് എന്ന് പറയുന്നതിൻ്റെ മൂലഭാഷയിലുള്ളൊരു പദം എന്ന് പറയുന്നത്, അതിൻ്റെ ആശയം ഇങ്ങനെയാണ്: ബ്രിങ് സംതിങ് ടു കംപ്ലീഷൻ. ബ്രിങ് സംതിങ് ടു കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുത അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു വസ്തുത അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതേ ആശയം വരുന്നൊരു വാക്ക് മൂലഭാഷയിൽ എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിലും കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മുടെ സർവായുധ വർഗം എടുത്ത് പോരാടുന്ന കാര്യത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ സകലവും സമാപിച്ചിട്ട് എന്നുള്ള ഉറച്ചു നിൽപ്പാനും, അതിൽ സകലവും സമാപിച്ചിട്ട് എന്നുള്ള ആ കാര്യത്തിൽ ഈ ഒരു വർക്കൗട്ട് എന്നുള്ളൊരാശയം മൂലഭാഷയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്കിവിടെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആശയം എന്ന് പറയുന്നത്, നാം രക്ഷിക്കപ്പെട്ടത് മൂലമുള്ള നന്മ നാം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണം. നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ടുള്ള ആ നന്മ നാം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണം. നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ടുള്ള നന്മ നാം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണം. അതിന് ഇങ്ങനെയൊരു വാക്കും പൊതുവെ പറഞ്ഞു വരുന്നുണ്ട്. ഈ സ്വർണമോ വെള്ളിയോ ഒക്കെ ഖനനം ചെയ്യുന്ന പ്രക്രിയ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഖനനം ചെയ്ത് അത് ആഴങ്ങളിലേക്ക് ഇറങ്ങി ഖനനം ചെയ്ത് അതിൻ്റെ അയിര് പൂർണ്ണമായി ഖനനം ചെയ്തെടുക്കുന്നത് വരെ ഖനനം ചെയ്തുകൊണ്ടിരിക്കുക. ആ വെള്ളിയുടെയും സ്വർണത്തിൻ്റെയൊക്കെ അയിരുകൾ പൂർണ്ണമായി കിട്ടുന്നത് വരെ ഖനനം ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരാശയം ഇതിന് ഈ ഭാഗത്ത് യോഗ്യമായൊരു കാര്യമായി ദൈവദാസന്മാർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് മൂലമുള്ള നന്മ നിങ്ങൾ പൂർണ്ണമായി അനുഭവിക്കുക. ആ നന്മ നിങ്ങൾ പൂർണ്ണമായിട്ട് അനുഭവിക്കുക. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് എത്രയോ വലിയൊരു കാര്യമല്ലേ, എത്രയോ ശ്രേഷ്ഠമേറിയ കാര്യമാണ്. ആ അനുഗ്രഹത്തിൽ ഒതുങ്ങിയിരിക്കുന്ന നന്മകൾ എത്രയോ വലുതായില്ലേ, എത്രയോ നന്മകളാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ആ ഒരൊറ്റ കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ എത്രയോ നന്മകളാണ് അതോടൊപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇല്ലേ. ആ നന്മകൾ ഈ ആയുസ്സിൽ വെച്ച് നമ്മൾ അനുഭവിക്കാനുള്ളത് പൂർണ്ണമായിട്ട് നമ്മൾ അനുഭവിക്കുക എന്നുള്ളത്. ഒരിക്കൽ ഒരു സഹോദരന് ഇവിടുന്ന് ഗൾഫിൽ ദുബായിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഒരു സുവിശേഷന് പോയി. അവിടുന്ന് അവരായിരുന്നു ടിക്കറ്റൊക്കെ എടുത്തു കൊടുത്തിരുന്നത്. ഫ്ലൈറ്റിൽ വെച്ച് കഴിക്കാനായിട്ടുള്ള ഫുഡും അതിൽ ആ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആയിരുന്നു. പക്ഷേ അദ്ദേഹം അത് അറിഞ്ഞിരുന്നില്ല. പല സാധനങ്ങൾ വന്ന് വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ദേവദാസൻ വിചാരിച്ച് ഇതിനെല്ലാം പൈസ കൊടുക്കേണ്ടതാണ്, ഒരുപാട് പൈസ ആകത്തില്ല, അതുകൊണ്ട് ഒന്നും കഴിക്കാതെ അവിടെ ചെന്നിറങ്ങി. എയർപോർട്ടിൽ ചെന്ന് റിസീവ് ചെയ്തപ്പോൾ സഹോദരന്മാർ ചോദിച്ചു, ഫ്ലൈറ്റിൽ നിന്ന് ആഹാരമൊക്കെ കഴിച്ചായിരുന്നോ? അയ്യോ ഇല്ല, ഞാനൊന്നും കഴിച്ചില്ല, ഒരുപാട് പൈസ കൊടുക്കണ്ടേ, അതുകൊണ്ട് ഞാനൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അയ്യോ എന്തൊരു കഷ്ടമായി പോയി, അതിനോടുള്ള പൈസയായിരുന്നു ഈ ടിക്കറ്റിന് നമ്മൾ കൊടുത്തിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം നമുക്കൊരുക്കിയിരിക്കുന്ന രക്ഷയിൽ ഒരുപാട് നന്മകളുണ്ട്. അതൊക്കെ നമ്മൾ അനുഭവിക്കുക എന്നുള്ളത്
വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അപ്പം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷയുടെ നന്മകൾ നമ്മൾ അനുഭവിക്കണം എന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയും, ഞാൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ദൈവം എന്നെക്കുറിച്ച് എന്താ ഉദ്ദേശിക്കുന്നത്, അതും എൻ്റെ ജീവിതത്തിലൂടെ നിറവേറണം. അതും ഇതിനകത്ത് ചേർത്ത് ചിന്തിക്കാവുന്നതാണ്. അപ്പം രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക് ലഭ്യമായ നന്മകൾ ഞാൻ പൂർണ്ണമായിട്ട് അനുഭവിക്കണം. അപ്പോൾ തന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടൊരു വ്യക്തി ആയിരിക്കുന്നത് കൊണ്ട് എന്നിൽ നിന്നും ദൈവം ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ദൈവത്തിൽ നിന്ന് കിട്ടണം. അവന് വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയണം. അപ്പം നമ്മളെ വിളിച്ചതിന് ദൈവത്തിനൊരാശയുണ്ട്, ദൈവത്തിന് ചില പർപ്പസ്, ചില പദ്ധതികളുണ്ട്. അതെൻ്റെ ജീവിതത്തിലൂടെ നിറവേറണം. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു, ഞാൻ ആകെ ചെയ്യുന്നത് ഞായറാഴ്ച സഭായോഗത്തിന് വരും എന്നുള്ളത് മാത്രമാണോ നമ്മുടെ ജീവിതം? എന്നെയും കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ നിറവേറ്റുവാനായിട്ട് കഴിയണം എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങളും ഇതിനോട് ഏറെ യോജിച്ച കാര്യങ്ങളാണ്. എങ്കിലും ഈ 4ാമത്തെ കാര്യമാണ് കുറച്ചുകൂടി നമുക്ക് യോഗ്യമായത് എന്നാണ് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത്. രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറയുമ്പോൾ ഒന്നാമത് നമ്മൾ ചിന്തിച്ചു, നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് പ്രവർത്തിക്കുക. പ്രവൃത്തി ഇല്ലാതെയാണ് രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെട്ട നമ്മൾ പ്രവൃത്തി കാണിക്കണം എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ ഓർത്തത്, നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കുവിൻ എന്ന് പറഞ്ഞാൽ ഈ രക്ഷയുടെ ഗുണങ്ങൾ നമ്മൾ പ്രകടിപ്പിച്ച് ഞാനൊരു ദൈവവൈതലാണ് എന്നുള്ള കാര്യം ലോകത്തിന് ബോധ്യമാക്കി കൊടുക്കുക. നമ്മിലുള്ള വെളിച്ചം മറ്റുള്ളവരെ കാണുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം നമ്മൾ കണ്ടത്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. അതിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കുക എന്നുള്ളതാണ്. 4ാമത്തെ കാര്യം, ഞാൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് എനിക്കൊരുപാട് നന്മകൾ ഉണ്ട്. അതൊക്കെ ഞാൻ അനുഭവിക്കുക, ഒന്നും കളയാതെ ഞാൻ അതെല്ലാം അനുഭവിക്കുക. അപ്പോൾ തന്നെ എന്നെ കർത്താവ് രക്ഷിച്ചപ്പോൾ കർത്താവിന് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളൊക്കെ എന്നിലൂടെ നിറവേറാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. ഈ ആശയങ്ങളാണ് രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഇവിടെ കർത്താവിനെ സ്നേഹിക്കുകയും ദൈവവചനം വളരെയധികം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരാണ്. ഒരു പക്ഷേ വേറെ വ്യാഖ്യാനങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാമായിരിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ എല്ലാവർക്കും കൂടി കേൾക്കാനായിട്ട് കഴിയും. ഇല്ലെങ്കിൽ എന്നോടാണെങ്കിലും അതൊന്ന് പറയണമെന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. നമുക്കിനി തിരിച്ച് ഈ വാക്യത്തിലേക്ക് വരാം. 12ാം വാക്യമാണ് നമ്മൾ കണ്ടത്. ആ വാക്യം നമുക്കൊന്നുകൂടി വായിക്കാം. ഫിലിപ്പിയർ 2:12. അപ്പോൾ ഈ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവീൻ എന്ന് പറയുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്? ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഭയത്തോടും വിറയലോടും കൂടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിപ്പീൻ. ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഭയവും വിറയലും അല്ല, വളരെയധികം ഭയത്തോടും വളരെയധികം വിറയലോടും കൂടി ഈ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കണം. എന്താണ് ഈ ഭയത്തോടും വിറയലോടും കൂടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ? അവിടെ ഉദ്ദേശിക്കുന്ന ആശയം ഇതാണ്: ഈ വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി അതിൽ ഞാൻ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. നമുക്ക് ഒരു കാര്യത്തിൻ്റെ പ്രാധാന്യം, ആവശ്യകത കൂടുതൽ മനസ്സിലാകുമ്പോഴാണല്ലോ അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടാനും ത്യാഗം അനുഭവിക്കാനും നമ്മൾ തയ്യാറാകുന്നത്. ഞങ്ങളെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ഉമ്മൻപിള്ളി സാറ് ജിം എലിയറ്റിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഓർക്കാത്ത ദിവസങ്ങളില്ല സാറ്. അത് മനസ്സിലിങ്ങനെ അങ്ങ് ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിയ ഒരു കാര്യമാണ്. അപ്പം നമ്മളൊരു ആ ജിം എലിയറ്റൊക്കെ ഔക്കുകളുടെ ഇടയിലേക്ക് പോയതിൻ്റെ കാരണമെന്ന് പറയുന്നത്
എന്താണെന്നറിയാമോ? അവരോട് സുവിശേഷം അറിയിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത, അതിൻ്റെ പ്രാധാന്യം, അത് നമ്മൾ മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കണം. നമ്മൾ ഏത് കാര്യമാണെങ്കിലും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുമ്പോഴാണ് അതിനുവേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഇടയാകുന്നത്. അതിൻ്റെ ആവശ്യം മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഇടയാകുന്നത്. അങ്ങനെ ഒരു ആശയമാണ് അതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുക. അല്ലാതെ ഭൗതികമായൊരു ഭയവും എടുക്കുകയുമല്ല അവിടെ അതിലെ ശരിക്കുള്ള വ്യാഖ്യാനം എന്ന് പറയുന്നത്. ഭയത്തോടും വിറയലോടും കൂടി, വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിങ്. ഞാൻ ഈ ഭയവും വിറയലും എന്നുള്ളതിന് 2 വാക്യങ്ങൾ ഒന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ആശയം അത് കുറച്ചുകൂടി അത് അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. 2 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 3-ാം വാക്യം. 1 Corinthians chapter 2 verse 3. അവിടെ ഈ ഭയത്തോടും വിറയലോടും എന്നൊരാശയം നമുക്ക് കാണാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ 2:3. പൗലോസ് കൊരിന്ത്യരോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിലിരുന്നു എന്ന് പറഞ്ഞാൽ പൗലോസ് പേടിച്ച് വിറച്ച് കൊരിന്ത്യരുടെ ഇടയിൽ ഇരുന്നെന്നാണോ അതിൻ്റെ അർത്ഥം? ഭയത്തോടും നടുക്കത്തോടും കൂടെ ഇരുന്നെന്ന് പറഞ്ഞാൽ അല്ല, പേടിച്ച് വിറച്ചിരിക്കുകയല്ലായിരുന്നു പൗലോസ്. പിന്നെന്താ ഇവിടെ ഭയത്തോടും വിറയലോടും കൂടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ? 2-ാം വാക്യത്തിൽ അതിൻ്റെ ആശയം കാണുന്നുണ്ട്. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രസംഗത്തിൽ എൻ്റേതായ ജ്ഞാനം വന്നു പോകരുത്. അതിന് ഞാൻ വളരെ ശ്രദ്ധിച്ചു. ഈ വിഷയം, ഈ ക്രൂശിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ഈ വിഷയം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇതിൽ എൻ്റേതായ ജ്ഞാനത്തിൻ്റെ വാക്കുകൾ വരാൻ പാടില്ല. അതുകൊണ്ട് ഈ സന്ദേശത്തിൽ ഒരൊറ്റ വ്യക്തി മാത്രമേ വരാൻ പാടുള്ളൂ. ആരാ വ്യക്തി? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. വേറെ ഒന്നും ഞാൻ അറിയുന്നില്ല. എൻ്റെ അറിവ് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ എന്തെങ്കിലും സാധ്യത ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാകരുതേ. ആ ചിന്തയാണ് അദ്ദേഹത്തെ ഭരിച്ചത്. അതാണ് ഭയത്തോടും പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ പ്രസംഗത്തിൻ്റെ പ്രാധാന്യം. മാനുഷികമായ ശബ്ദം ഇതിൽ വരരുത്, മാനുഷികമായ ആശയങ്ങൾ ഇതിൽ വരരുത്. കർത്താവിനെ മാത്രം ഉയർത്തണം, കർത്താവിൻ്റെ മഹത്വം ആളുകൾ അറിയണം, കർത്താവിങ്കലേക്ക് ആളുകൾ മടങ്ങി വരണം. അതായിരുന്നു ഇവിടെ ഭയവും നടുക്കവും എന്ന് പറയുന്നത്. ആ പ്രസംഗ വിഷയത്തിൻ്റെ ഗാംഭീര്യം പൗലോസ് മനസ്സിലാക്കി. അതാണ് അവിടുത്തെ അർത്ഥം എന്ന് പറയുന്നത്. ഇതേ ആശയം വരുന്ന മറ്റൊരു വാക്യം കൂടെ നമുക്ക് നോക്കാം. നമുക്കറിയാവുന്ന വാക്യങ്ങൾ തന്നെയാണ്. കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ 2 കൊരിന്ത്യർ 7:15. 2 Corinthians chapter 7 verse 15. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 15-ാം വാക്യം. ഇവിടെ പൗലോസ് പറയുകയാണ്, അവനെ ഭയത്തോടും വിറയലോടും കൂടെ കൈക്കൊണ്ടതിൽ നിങ്ങളെല്ലാവരും കാണിച്ച അനുസരണം. അവനെ എന്ന് പറയുന്നത് തീത്തോസിനെയാണ്. തീത്തോസിനെ കൊരിന്ത്യരുടെ ഇടയിലേക്ക് പൗലോസ് അയച്ചു. കൊരിന്ത്യരുടെ ഇടയിലേക്ക് തീത്തോസിനെ അയച്ചപ്പോൾ തീത്തോസിനെ എങ്ങനെ അവർ സ്വീകരിച്ചെന്നാണ് പറയുന്നത്? ഭയത്തോടും വിറയലോടും കൂടെ തീത്തോസിനെ സ്വീകരിച്ചു. എന്ന് പറഞ്ഞാൽ തീത്തോസിനെ കണ്ടപ്പോൾ ഇവരെല്ലാം പേടിച്ചു പോയെന്നാണോ? പേടിച്ച് വിറച്ചു പോയെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല, തീത്തോസ് അങ്ങനെ ഒരു ഭീകരരൂപിയായ മനുഷ്യനൊന്നും അല്ലായിരുന്നു. പിന്നെന്താ ഇവിടെ തീത്തോസിനെ ഇവരെ ഭയത്തോടും വിറയലോടും കൂടി സ്വീകരിച്ചു എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാൽ തീത്തോസ് ആരാണ്? തീത്തോസ് ഒരു ദൈവദാസനാണ്. തീത്തോസിനെ അയച്ചതാരാണ്? പൗലോസാണ് തീത്തോസിനെ അയച്ചത്. അതുകൊണ്ട് തീത്തോസിനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചതിൽ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്, ഒരു വലിയ ഉദ്ദേശമുണ്ട്. തീത്തോസിനെ ദൈവത്തിൻ്റെ വചനവുമായി ഞങ്ങളുടെ ഇടയിലേക്ക് അയച്ചതാണ്. ആ ബോധ്യം അവർക്കുണ്ടായി.
അപ്പോൾ തീത്തോസ് എന്തിനു വേണ്ടി വന്നു ഞങ്ങളുടെ ഇടയിൽ, അതവർക്ക് മനസ്സിലായി. അതാണ് ഇവിടെ ഭയത്തോടും വിറയലോടും എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഭയത്തോടും വിറയലോടും എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൻ്റെ ഗൗരവം ശരിക്കും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഫിലിപ്പിയർ 2:12 ഭയത്തോടും വിറയലോടും കൂടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്കായി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ ശരിക്കും മനസ്സിലാക്കണമെന്നുള്ളതാണ്. ഞാനത് ചെയ്തേ പറ്റുകയുള്ളൂ, അതെൻ്റെ കടപ്പാടാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് മനസ്സിലാക്കി ഞാൻ അത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ, വേറെ ആശയത്തിലൂടെ നമ്മൾ ചിന്തിച്ചാൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി വളരെ ശ്രദ്ധയോടെ നാം അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രാധാന്യം വളരെയധികം മനസ്സിലാക്കി വളരെ ശ്രദ്ധയോടെ നാം അത് മുന്നോട്ട് കൊണ്ടുപോകണം. വളരെ ഭയത്തോടും വിറയലോടും കൂടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കും. നമുക്കറിയാം, അവരുടെ തങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഭയത്തോടും വിറയലോടും കൂടി പ്രവർത്തിച്ച പല ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ വിശദീകരിക്കുന്നില്ല, പറഞ്ഞങ്ങ് പോകാം. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ദാനിയേലിൻ്റെ ഒരു സ്വഭാവം നമ്മൾ കാണുന്നുണ്ട്. ദാനിയേൽ 1:8 എന്താ? ദാനിയേൽ എന്ത് പറഞ്ഞു? ഞാനതുകൂടെ തന്നെത്താൻ എന്ത് ചെയ്യത്തില്ല, ഞാൻ അശുദ്ധനാക്കുകയില്ല, ഞാൻ തന്നെത്താൻ അശുദ്ധനാക്കുകയില്ല. എന്താ ദാനിയേൽ അങ്ങനെ തീരുമാനിച്ചത്? ഈ രാജാവിൻ്റെ ഭോജനം, അവൻ കുടിക്കുന്ന വീഞ്ഞ്, അത് കുടിച്ചാൽ എന്തെങ്കിലും പ്രത്യേകമായ ഗുരുതരമായ തെറ്റ് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും അരുതാത്തതുണ്ട് എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. ഈ ആഹാരം ബാബിലോന്യ വിഗ്രഹങ്ങൾക്ക് സമർപ്പിച്ചിട്ടാണ് രാജപന്തിയിൽ ഇത് വിളമ്പുന്നത്. അതുകൊണ്ട് എനിക്കിത് വേണ്ട. അതായിരുന്നു ദാനിയേലിൻ്റെ തീരുമാനം. ഈ ബാബിലോന്യ വിഗ്രഹങ്ങൾക്ക് സമർപ്പിച്ച ഈ ആഹാരം ഞാൻ കഴിച്ചാൽ അതൊരു വിഗ്രഹാർപ്പിതം എന്നൊരാശയത്തോട് ഏറെക്കുറെ ബന്ധപ്പെടും. അതുകൊണ്ട് എനിക്കത് വേണ്ട. അത് ഞാൻ കഴിച്ചും കുടിച്ചും ഞാൻ എന്നെ തന്നെ അശുദ്ധരാക്കിയില്ല. നോക്കണം, തൻ്റെ ജീവിതത്തിൻ്റെ തൻ്റെ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം വളരെയധികം മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ എന്നുള്ളത്. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന ബാലന്മാരെ നമുക്കറിയാം. നെബൂഖദ്നേസർ രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് പതിവിലും 6 മടങ്ങ് കൂടി ആളിക്കത്തുന്ന തീച്ചൂളയിലേക്ക് ഇവരെ വലിച്ചെറിയാനായിട്ട് പോവുകയാണ്. പക്ഷെ ഇവരെന്താ പറഞ്ഞത്? ഞങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കുകയില്ല, ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും, ഇല്ലെങ്കിലും ഞങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കുകയില്ല. നോക്കണം, അവരുടെ വിശ്വാസത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അവർ ജീവിച്ചു. ഭയത്തോടും വിറയലോടും കൂടിയുള്ള ഒരു ജീവിതമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹത്വം, നമ്മുടെ ഉപദേശത്തിൻ്റെ മഹത്വം, നമ്മുടെ രക്ഷയുടെ മഹത്വം, നമ്മുടെ സഭാ ജീവിതത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. അതാണ് ഭയത്തോടും വിറയലോടും കൂടിയുള്ള ജീവിതം എന്ന് പറഞ്ഞു. പൗലോസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 2 കൊരിന്ത്യർ 6:3 2 Corinthians chapter 6:3 അവിടെ പൗലോസ് പറയുന്നുണ്ട്, ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിപ്പാൻ. ഇല്ലേ? അയ്യോ, പൗലോസ് അവിടെ സഹിച്ചത് എന്തൊക്കെയായിരുന്നില്ലേ? പൗലോസ് അവിടെ സഹിച്ചത് എന്തൊക്കെയായിരുന്നു ഇല്ലേ? ബഹുകഷ്ടത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കളപ്പ്, പട്ടിണി, നിർബലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, അങ്ങനെ 8 മുതലുള്ള വാക്യങ്ങൾ പിന്നെയും നമ്മൾ കാണുന്നുണ്ട്. മാനാപമാനങ്ങൾ, ദുഷ്കീർത്തി സൽകീർത്തികളും, ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പൗലോസ് അനുഭവിക്കുകയാണ്. പൗലോസിന് ഒറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ? എന്നെ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്കൊരു മഹത്വമുണ്ട്, എന്നെ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് ഒരു ഗൗരവമുണ്ട്. അത് ഏത് പ്രതിസന്ധി വന്നാലും ഞാൻ അതിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കുകയില്ല. എൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരിക്കലും ഞാൻ ആക്ഷേപം വരുത്തുകയില്ല. എന്തെല്ലാം ആളുകൾ എന്നെ പറയട്ടെ, ഏതെല്ലാം നിലകളിൽ എന്നെ നിന്ദിക്കട്ടെ, ഏതെല്ലാം നിലകളിൽ എനിക്ക് അപമാനം വരുത്തട്ടെ, എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് ഞാൻ ഭംഗം വരുത്തുകയില്ല, അതിനാക്ഷേപം വരുത്തുകയില്ല. ഭയത്തോടും വിറയലോടും കൂടെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ നോക്കിക്കണ്ട ആളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഫിലദൽഫിയ സഭയെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ അവരോട് പറയുന്ന, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു.
അവരാളുകൾ വളരെ കുറവായിരുന്നു, ഒരുപാട് പരിമിതികൾ അവർക്കുണ്ടായിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ നടുവിലും അവർ വചനം കാത്തു. അവർക്കറിയാം ഈ പ്രതിസന്ധികൾ അല്ല അവരുടെ മുമ്പിൽ വലുതായിട്ട് നിന്നത്. വലിയ ആളുകളുടെ പെരുപ്പം അതല്ലായിരുന്നു അവർക്ക് പ്രാധാന്യം. ഒരു കാര്യം അവർ നന്നായിട്ട് മനസ്സിലാക്കി, ഞങ്ങളെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് വചനം പ്രമാണിച്ച് ജീവിക്കാനാണ്, വചനം കാത്ത് ജീവിക്കാനായിട്ടുള്ളതാണ്. നോക്കണം, ഭയത്തോടും വിറയലോടും കൂടി അവർ ജീവിച്ചൊരനുഭവമാണ് നമുക്കവിടെയും കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ആ വാക്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഫിലിപ്പിലേഖനം 2-ാം അധ്യായം 12-ാം വാക്യമാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നിവിടെ പറയുകയാണ്. 13-ാം വാക്യം അതിനോട് അത് നമുക്ക് ഒരു ഉത്തേജനം തരുന്ന വാക്യമാണ്. 13-ാം വാക്യം നോക്കിയേ, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ആശയം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നമ്മുടെ കഴിവ് കൊണ്ട് ഈ ഒരു വലിയ ഉദ്യമം നമുക്ക് ചെയ്യാനായിട്ട് കഴിയുകയില്ല. നമ്മുടേതായ സ്ഥാനമാനങ്ങൾ കൊണ്ട്, നമ്മുടെ അറിവുകൾ കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ പാണ്ഡിത്യം കൊണ്ട് നമുക്ക് ഈ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിനുള്ള വലിയ ഉദ്യമം ചെയ്യാനായിട്ട് കഴിയുകയില്ല. നമ്മൾ കർത്താവിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൻ്റെ കൃപയും നമ്മൾ ചാരുക. അപ്പോൾ കർത്താവ് നമ്മളെ അതിനായി കൈപിടിച്ച് നടത്തും. കർത്താവ് നമ്മളെ അതിനു വേണ്ടി സഹായിക്കും. കർത്താവിൻ്റെ കൃപ നമുക്ക് ധാരാളം കർത്താവ് തരും. അവൻ നമ്മളെ അനുഗ്രഹിക്കും. ബലഹീന പാത്രങ്ങളെ ഉപയോഗിക്കുന്നത് കർത്താവാണ്. ആ കർത്താവ് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നമുക്കതിന് ആഗ്രഹമുണ്ടാവുക. ഈ വിഷയത്തിൻ്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ ഞാൻ എന്നാലാവോളം തയ്യാറാകുമ്പോൾ എന്നെ ശക്തീകരിക്കുന്ന ദൈവകൃപ എനിക്ക് അനുഭവിച്ചറിയാനായിട്ട് കഴിയും. ദൈവം എന്നോട് കൂടെ നടന്ന് പ്രവർത്തിക്കുന്ന കാര്യം, കർത്താവ് എന്നെ അനുഗ്രഹിച്ച് ഞാൻ ഏത് കാര്യമാണോ ഉദ്ദേശിക്കുന്നത് അത് വിജയത്തിലേക്ക് എത്താനായിട്ട് എന്നെ സഹായിക്കുന്നത് എനിക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ നാളെ ഇതിനോടനുബന്ധിച്ചുള്ള ഈ ഭാഗത്തു നിന്നുള്ള ചില കാര്യങ്ങൾ നാളെയും മറ്റന്നാളും ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിവിടെ കണ്ടത് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പി. അതിന് 4 ആശയങ്ങൾ നമ്മൾ ഓർക്കുകയുണ്ടായി. ഒടുവിലായി നമ്മൾ കണ്ടത് ഇതിൻ്റെ ഗൗരവം നമ്മൾ എത്രമാത്രം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി അത് എത്രത്തോളം നമ്മളത് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ നന്മ അനുഭവിക്കാനായിട്ട് കഴിയുമോ ആ നന്മകൾ നമ്മൾ അനുഭവിക്കുക. അതുമാത്രമല്ല, ദൈവം എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ, ഒരു രക്ഷിക്കപ്പെട്ട വിശ്വാസി എന്നുള്ള നിലയിൽ എന്നെക്കുറിച്ച് കർത്താവ് എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, ദൈവപുത്ര അതെല്ലാം എൻ്റെ ജീവിതത്തിൽ അങ്ങ് കാണുവാൻ ഇടയാക്കണമേ എന്നുള്ള ആ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ നമുക്ക് രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കാം. മാത്രമല്ല, മറ്റു ചില കാര്യങ്ങളും നമ്മൾ കാണുകയുണ്ടായി. നമ്മൾ രക്ഷിക്കപ്പെടാതെയാണ്, നമ്മൾ ഒരു പ്രവൃത്തിയും ചെയ്യാതെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. എന്നാൽ രക്ഷിക്കപ്പെട്ട നമ്മൾ അനുദിന ജീവിതത്തിൽ പ്രവൃത്തി ചെയ്യണം. ദൈവം നമ്മളെക്കുറിച്ച് അത് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. മാത്രമല്ല, നമ്മുടെ രക്ഷയെ നമ്മൾ പ്രാവർത്തികമാക്കണം. അത് മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവരത് മനസ്സിലാക്കാൻ ഇടയാകണം. അയ്യോ, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, ഞാൻ ആത്മീയനാണ്, ഞാൻ ഭക്തനാണ്, ഇത് വേറെ ആർക്കും മനസ്സിലാകുകയില്ല, എനിക്ക് മാത്രമേ ഇത് മനസ്സിലാകുകയുള്ളൂ എന്ന് പറയുന്നൊരു തത്വം തിരുവെഴുത്തിലില്ല. ഇത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതാണ്, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതുമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ വീണ്ടും ജനിച്ചൊരു വ്യക്തിയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടൊരു വ്യക്തിയാണ്. അതെങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിന് 5 കാര്യങ്ങൾ നമ്മൾ ഓർക്കുകയുണ്ടായി. കർത്താവേ, ഈ കാര്യത്തിൽ എവിടെയെങ്കിലും എനിക്ക് കുറവുണ്ടോ, ഏതെങ്കിലും കാര്യത്തിൽ എനിക്ക് വീഴ്ചയുണ്ടോ എന്നുള്ളത് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരിക്കൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, ആ രക്ഷിക്കപ്പെട്ട ഞാൻ അനുദിന ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ കുറവുകൾ വരാതെ ഞാൻ സൂക്ഷിക്കുക. അപ്പോൾ തന്നെ എന്തെങ്കിലും കുറവുകൾ വന്നാൽ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. ഏതെങ്കിലും കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, ഏതെങ്കിലും പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ നമ്മളത് വിട്ടുകളയണം.
ഒരു വിശ്വാസിക്ക് പാപത്തിൽ തുടരുവാൻ കഴിയുകയില്ല എന്നുള്ളത് വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏതെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ വിട്ടുകളയുവാൻ നമ്മൾ തയ്യാറാകണം. എനിക്കറിയാം ഈ കാര്യം ശരിയല്ല എന്നുള്ളത്, ഈ കാര്യം വചനപ്രകാരം ശരിയല്ല എന്നുള്ളത് എനിക്കറിയാം, എൻ്റെ കർത്താവിനത് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. എങ്കിലും അത് ചെയ്യാനായിട്ട് ഞാൻ ബന്ധപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഏതെങ്കിലും പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ പരിപൂർണമായും പരിത്യജിക്കുവാൻ ആവശ്യമുണ്ട് എന്നാണ് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഉപദേശിക്കുന്നത്. കർത്താവ് നമുക്ക് കൃപ തരട്ടെ. രക്ഷയ്ക്കായി നാം പ്രവർത്തിക്കണം. നമ്മളാൽ ആവോളം അതിനുവേണ്ടി നാം പ്രവർത്തിക്കണം. ഒരു ചെറിയ ജീവിതമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ജീവിതം വേഗം അവസാനിക്കും. നമ്മുടെ നാഥൻ എത്രയും വേഗം മടങ്ങി വരും. നമ്മളെ അവിടുത്തെ സന്നിധിയിൽ ചേർക്കും. നമ്മൾ നിത്യകാലം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ചായിരിക്കും. ആ വലിയ ഭാഗ്യമേറിയ പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നതിൽ ആർക്കെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഈ നാളുകളിൽ അത് ഭയത്തോടും വിറയലോടും കൂടി അതിനെ കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, തിരക്കുകളുടെ മധ്യത്തിൽ, ബദ്ധപ്പാടുകളുടെ മധ്യത്തിൽ അത് സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെച്ച് ഞാൻ അതിനത്ര ഗൗരവം കൊടുക്കാതെ ഞാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മോട് ഇടപെടുന്നു. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ, നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ചിന്തകളാൽ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.